നമുക്കൊപ്പം ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അവസാനത്തെ വിലയിരുത്തലുകളൊക്കെ കഴിഞ്ഞു കാണും. പോളിംഗ് ഏജന്റുമാരിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ കിട്ടിക്കാണും. എന്താണ് ഏറ്റവും ഒടുവിലത്തെ ഒരു കാൽക്കുലേഷൻ? ഞങ്ങൾ പരിപൂർണമായും സേഫർ സൈഡിൽ തന്നെയാണ്. ഞങ്ങൾക്ക് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയത്തിനും അടിസ്ഥാനമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട കണക്കുകൾ അതിന്റെ പോൾ പെർസെന്റേജ് തെറ്റായിരുന്നു, അഥവാ ശരിയല്ല എന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ 70-ലധികം ശതമാനം വോട്ടിന്റെ പോള് നടന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കണക്കനുസരിച്ച് 67%, 67-68 ഇടയ്ക്കുള്ള ശതമാനം മാത്രമാണ് പോളിംഗ് നടന്നിട്ടുള്ളത്. മറ്റ് കണ്ണാടിയിലൊക്കെ 76% നടന്നിട്ടുണ്ട്, മാത്തൂരിൽ 78% നടന്നിട്ടുണ്ട്, പിരാരിയിൽ 72% നടന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ മേഖലകളിലൊക്കെ കൃത്യമായി പോളിംഗ് നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടുകളെല്ലാം ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജീവിക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 10,000 ഈ ഇപ്പം VS വിജയരാഘവന്റെ ഒരു പ്രതികരണം വന്നു, താങ്കൾ കേട്ടിരുന്നു എന്നറിയില്ല. അതായത് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അതൊരു ഉചിതമായ സമയത്തായിരുന്നില്ല, അതൊരു തിരിച്ചടി ഒരുപക്ഷെ ഉണ്ടായേക്കും, അത് ഒരു അനവസരത്തിലായിരുന്നു എന്നുള്ളൊരു പ്രതികരണം വരികയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തിയില്ല എന്നുള്ളൊരു പരിഭവം, ഒരു പരാതി കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ചാമക്കാല, സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരുമായി കൂടിയാലോചിക്കുക പ്രായോഗികമാണ്. പാർട്ടി നേതൃത്വം, അത് ദേശീയ നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞെടുത്ത ഒരു തീരുമാനം എന്ന നിലയിൽ അതെല്ലാവരും ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇവിടെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതിന് ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പാർട്ടിയുടെ അംഗീകാരമായി കാണുന്നത് മാത്രമേ നിർവാഹമുള്ളൂ. തീർച്ചയായിട്ടും ശ്രീ സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല സംസാരിച്ചതിന്.